യു കെക്ക് ഇതിലും വലിയ പണി കിട്ടാനില്ല. ബില്യനയറായ ലക്ഷ്മി മിത്തേൽ ഇതാണ്ട് യു കെ വിടാൻ പോവുകയാണ്. ലക്ഷ്മി മിത്തേൽ യു കെന്ന് നാട് വിടാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പുതിയ ടാക്സ് റൂൾസ് ആണ്. ഇപ്പം യു കെയിലുള്ള ഏതൊരാൾക്കും പുറത്തുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പുറത്തുള്ള ഏതൊരു ഇൻകം സോഴ്സിൽ നിന്നും യു കെ ഗവൺമെൻറ് ടാക്സ് ചുമത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിങ്ങൾക്ക് നാട്ടിലൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ദുബായിലൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഇപ്പോൾ ടാക്സ് പിടിക്കും. അതുകൊണ്ടാണ് ഈ ബില്യനെയർ പ്ലാൻ ചെയ്ത് ദുബായിലോട്ട് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത് കണക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഈ 2025 കഴിയാൻ നേരത്ത് ഏകദേശം 16,500 മില്യനേഴ്സാണ് യു കെന്ന് മൂവ് ആവുന്നത്. അതിനകത്ത് ഏകദേശം 9,000+ മില്യനേഴ്സ് വരാൻ പോകുന്നത് ദാണ്ട് ദുബായിലോട്ടാണ്. മെയിൻ കാരണം എന്തെന്നറിയാമോ? ദുബായിൽ ടാക്സ് ഇല്ല. പക്ഷേ പല ആൾക്കാരുടെ ഞാൻ സംസാരിക്കുമ്പോൾ പറയും ഈ മില്യനേഴ്സും ബില്യനേഴ്സൊക്കെ യു കെന്ന് മൂവ് ചെയ്യുന്നത് ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയാണെന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഈ ബില്യനേഴ്സും മില്യനേഴ്സുമാണ് യു കെയുടെ നട്ടൽ. ആ നട്ടൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. വേറൊന്നുമല്ല, അവിടുത്തെ ജോബ് ക്രിയേഷൻസ്. ഈ ലക്ഷ്മി മിത്തേൽ എന്ന് പറയുന്ന നേരത്ത് $16.4 ബില്യൺ നെറ്റ് വർത്ത് ഉള്ള ഒരാളാണ്. പുള്ളിക്കാരൻ്റെ ബിസിനസ്, പുള്ളിക്കാരൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്ത് കാശ് വലിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ദുബായിലോട്ട് മൂവ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഫ്യൂച്ചറിൽ യു കെയുടെ അവസ്ഥ എന്താവുമെന്ന്. ഇത് കണക്കുള്ള മില്യനേഴ്സ് എല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ്സുകൾ തകരും. അത് മാത്രമല്ല അവിടുത്തെ ജോബ് ക്രിയേഷൻസ് കുറയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദുബായ് മാത്രമാണ്. നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയും. പക്ഷേ ദുബായിയെക്കാട്ടി മേലെ വേറൊരു സാധനവും വരത്തില്ല. അത് 100% ഞാൻ ഗ്യാരണ്ടി ആണ്.